ഒരു അറബി തൻ്റെ വളർത്തുനായയുമായി മരുഭൂമിയിലൂടെ ഒരു യാത്ര പോവുകയാണ്. ദീർഘദൂരം യാത്ര ചെയ്ത് നായ വിശന്ന് വലഞ്ഞു. അത് തളർന്നങ്ങ് വീണു. തളർന്നു വീണ നായയുടെ അരികിലിരുന്നിട്ട് ആ അറബി ആവലാതിപ്പെട്ടു, എൻ്റെ നായയെ ഒന്ന് രക്ഷിക്കണേ. അയാൾ ചുറ്റുപാടും നോക്കി കരഞ്ഞു. വഴിയിലൂടെ നടന്നു വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ കരയുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ വളർത്തുനായ ക്ഷീണിച്ച് അവശനായി തളർന്നു വീണ്ടിരിക്കുകയാണ്. അതിനല്പം വെള്ളം കൊടുക്കണേ. അതിന് വെള്ളം കൊടുക്കുന്നവർക്ക് ദൈവം ഒരുപാട് നന്മകൾ ചെയ്യും. അതുകൊണ്ട് ആ നായയെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ ആ മനുഷ്യനോട് സഹായം തേടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ആ അറബിയുടെ വലിയ ഭാണ്ഡക്കെട്ടിലേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ? അറബി പറഞ്ഞു, എനിക്ക് കഴിക്കാനും എനിക്ക് യാത്രയുടെ അവസാനം വരെ കുടിക്കാനുമുള്ള വെള്ളവും ഭക്ഷണ സാധനങ്ങളുമാണ്. അപ്പോൾ ഈ അറബിയോട് ഈ മനുഷ്യൻ പറഞ്ഞു, തനിക്ക് നാണമില്ലേ? നിങ്ങൾ എന്തൊരു കള്ളനാണ് മനുഷ്യ. നിങ്ങൾക്കിപ്പോൾ ആ നായക്ക് വെള്ളം കൊടുത്തുകൂടെ? നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെള്ളം വെച്ചിട്ട് മറ്റൊരാളോട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നന്മയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നന്മയൊന്നും ചെയ്യാൻ വയ്യ അല്ലേ? ചില ആളുകൾ അങ്ങനെയാണ്. കയ്യിൽ ധാരാളം സമ്പത്തുണ്ടാവും, പക്ഷേ ജീവിതാവസാനം വരെ ആ സമ്പത്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പേടി, മറ്റുള്ളവർക്ക് ദാനം ചെയ്താൽ അത് നഷ്ടപ്പെടുമോ എന്ന വിഷമം, അതുകൊണ്ട് സ്വന്തം കയ്യിലുള്ള കാശ് ഒരാൾക്കും കൊടുത്ത് സഹായിക്കില്ല. എന്നിട്ടോ മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യും, എല്ലാവരെയും സഹായിക്കൂ, നിങ്ങൾക്ക് ദാനം ചെയ്താൽ ദൈവം നന്മ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ നല്ലത് ചെയ്തിട്ട് മറ്റുള്ളവരോടത് പ്രേരിപ്പിക്കണം. നമ്മൾ നന്മ പ്രവർത്തിച്ചിട്ട് മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ നമ്മൾ പറയണം.